ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ബേബിയുടെ ഫസ്റ്റ് ഫോട്ടോ ഷൂട്ടാണ് കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷൂട്ട് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോട്ടോസ് എടുത്തതെന്നൊക്കെ. സോ ഫൈനലായിട്ട് ഞാൻ ഈ ഫോട്ടോസ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ഫോട്ടോഷൂട്ടിന് നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഫോട്ടോ എടുക്കുന്ന ദിവസം അവൾക്ക് ഉറക്കേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലാത്ത എല്ലാ ദിവസവും നല്ല ഉറക്കമുള്ള ആളാണ്, പക്ഷേ ഇന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നു ആൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കിടത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് കുഞ്ഞിനെ നോക്കാം നമുക്ക് ഉറങ്ങുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് വീണ്ടും നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ സിമ്പിളായിട്ടാണ്, പക്ഷേ ആ ഫോട്ടോസ് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ, ആൾ ഉറങ്ങുമോ നോക്കിയിട്ട്. പക്ഷേ ആൾക്ക് അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല, കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് നോക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ തലയിലൊക്കെ ഒന്ന് തടവി കൊടുത്താൽ അവർ ഉറങ്ങുമല്ലോ, അങ്ങനെയൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റാപ്പിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പക്ഷേ ആൾ സഹകരിക്കുന്നേ ഉണ്ടായിരുന്നില്ല, കൈയൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു. അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പറ്റുന്നത് അങ്ങനെയല്ലേ, ഉറങ്ങുമ്പോഴല്ലേ അവർ നല്ല കൂളായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് കുറച്ച് പാളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, റാപ്പിംഗ് ഒന്നും നടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ ശ്രമിച്ച് നല്ല ആട്ടി ഉറക്കിയിട്ടാണ് റാപ്പിംഗ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ആൾ സഹകരിക്കുന്നില്ല കേട്ടോ, കൈ അയാൾക്ക് പുറത്തിടണം തന്നെയായിരുന്നു ആവശ്യം, പക്ഷെ നമുക്കുള്ളിലേക്ക് ഇടണമെന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അത് സാധിക്കുന്നില്ല. കാശി ആയിരുന്ന സമയത്തും നമ്മളൊരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 28th ഡേക്ക് ആയിരുന്നു. പക്ഷേ ആ സമയപ്പോൾ തന്നെ അവന് നന്നായിട്ട് വലിയ കുട്ടിയായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതുപോലത്തെ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് ഒരു 10 days 20 days ഉള്ളിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് കിട്ടുക. അപ്പോഴാണ് അവർ ഒന്നും കൂടെ നമുക്ക് ഒതുങ്ങി ഇരിക്കത്തുള്ളൂ. കുറച്ചും കൂടെ വലുതായ സമയത്താവുമ്പം നമുക്ക് അത്രയും തന്നെ റാപ്പ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര ഒരു നീറ്റായിട്ട് അവന് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെ ശ്രമിച്ച് ആളൊന്ന് സഹകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആൾക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിലായി. നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ചിരുന്നപ്പോൾ ആൾക്ക് പറ്റുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും പ്ലാൻ മാറ്റേണ്ടി വരും, വേറൊരു ദിവസം ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളൊന്ന് ശരിയായി കേട്ടോ. പിന്നെ ആക്റ്റീവായി, നമ്മളുടെയൊക്കെ ചെയ്യാനൊക്കെ നിന്ന് തന്നു. ഇതുപോലെ ഇങ്ങനെ ആട്ടി നമ്മൾ ഒന്ന് റെഡി ആക്കി അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ റാപ്പ് ചെയ്തു കേട്ടോ. ആദ്യമൊക്കെ ഇതുപോലത്തെ ഫോട്ടോസ് കാണുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് കേട്ടോ, അവരെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അവർക്കത് ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളൊക്കെ തോട്ട് നമുക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അവർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ ഇത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇതാണ് അവരുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു പൊസിഷൻ. അവർ നമ്മുടെ വെളിയിലായിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും കംഫർട്ടാവുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ ഇത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് അവർക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമം കൊണ്ട് നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്ത് നല്ല ക്യൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സെയിം കളർ തന്നെ ഒരു ബോയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പെൺകുട്ടികൾക്കാകുമ്പോൾ നമുക്ക് നല്ല രസമല്ലേ ബോയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എല്ലാം സെറ്റാക്കി നമ്മളിങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യൂട്ടായിട്ട് കിടക്കുന്ന നോക്ക് അപ്പോഴത്തേനും ഉറങ്ങി കേട്ടോ. നല്ലൊരു ഫോട്ടോ ആണ് ഈ ഒരു ഫോട്ടോസൊക്കെ പറയുന്നത്. നല്ല രസമായിരുന്നു. പിന്നെ അലമ്പൊന്നും ഉണ്ടായില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ അവൾ നിന്ന് തന്നു. അപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു. നല്ല രസമുണ്ട് ആ ബോയൊക്കെ വെച്ചിട്ട് കേട്ടോ. ഒരു ക്യൂട്ടായിട്ട് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് നല്ല രസമുണ്ടായിരുന്നു. 3 ഷെയ്ഡ് തീമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു ലൈറ്റ് പേസ്റ്റൽ റോസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ സെയിം തന്നെ ലാവൻഡർ ബോയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിരുന്നു. അവളും തന്നെ നല്ല രീതിയിൽ ഇരുന്ന് തന്നു കേട്ടോ. ഫസ്റ്റ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അവൾക്ക് ഉറക്കം വരാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആട്ടി എല്ലാം ഒന്ന് ഓക്കെ ആക്കി കുറച്ച് നല്ല ഫോട്ടോസ് ഒരുപാട് എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോസ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്ക് ശരിക്കും കാശിയുടെ ആ ഒരു ഫോട്ടോഷൂട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് നമുക്ക് അറിയണ്ടായിരുന്നില്ല അന്ന്, അത്രയൊന്നും അതിനെപ്പറ്റിയൊരു ബോധേഡായിരുന്നില്ല കേട്ടോ. അന്ന് 28th ഡേ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നുള്ള രീതിയിൽ കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ എടുക്കുകയായിരുന്നു. ഇതുപോലെ ഒരു അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മിസ്സിങ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാരമില്ല, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് അവളൊന്ന് എണീറ്റു. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുത്ത് ഓക്കെ ആക്കി. ഇപ്പോൾ നല്ല രസമുള്ളൊരു പോസ്, ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടോ. നമ്മൾ ചെരിഞ്ഞ് കിടക്കുന്നതും അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ അവൾ എണീറ്റപ്പോഴും നമ്മളിങ്ങനെ ഓക്കെ ആക്കി കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ.
ഇതുപോലെ വേറൊരു ഫോട്ടോഷൂട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നിധിക്കുട്ടിയുടെയാണ് കേട്ടോ. അവൾ ഇതുപോലെ തന്നെ 28-ന് മുന്നേ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും സെയിം തന്നെ നല്ല ക്യൂട്ടായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ടൈം നമ്മൾ പോയി ശരിയായില്ല, പിന്നെ വേറൊരു ദിവസം വന്നിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുട്ടികളുടെ മൂഡ് അനുസരിച്ചിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ മൂഡ് അനുസരിച്ച് നമ്മൾ നോക്കി കംഫർട്ട് ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലർ ചിലപ്പോൾ സമ്മതിക്കില്ല, ചിലർ ഓക്കെ ആക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മൾ ചെയ്തു. കുറേ നല്ല ഫോട്ടോസ് കിട്ടി. പിന്നെ കുറച്ചൊക്കെ അവളിങ്ങനെ കിടന്ന് തന്നു. പിന്നെ നമ്മൾ കുറേയൊക്കെ ഉറക്കിയിട്ടൊക്കെ എടുത്തു. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന തീമാണെങ്കിൽ നമ്മൾ മറ്റു ഫോട്ടോസിലൊക്കെ കാണുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ സെയിം തന്നെ നമ്മളിങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. സെയിം പോലെ തന്നെ അതേപോലെ തന്നെ കാണുമ്പോൾ നമുക്കൊരു ഭംഗിയായിട്ട് തോന്നില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു റോസ് തീമിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ ഇതായിരുന്നു റാപ്പിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. 3 വെറൈറ്റി വേറെ വേറെ റാപ്പിംഗ് ആയിരുന്നു കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ മുഖത്തൊക്കെ ശരിക്കും ബ്ലഷ് ഇട്ട പോലെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും അവൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു കൊട്ടയിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞു ബേബിയുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് കേട്ടോ. ഞാൻ ഫോട്ടോസ് എല്ലാം ഇവിടെ കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. 3 തീമാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് അവളാണെങ്കിലും നന്നായിട്ട് സഹകരിച്ചു വന്നു. ഫസ്റ്റ് നമുക്ക് കുറച്ച് ടെൻഷൻ ആയെങ്കിലും പക്ഷേ അവൾ ഫുൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് വീഡിയോസ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ആൻഡ് ഷെയർ ചെയ്യണം. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.